ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ അടുത്ത ടോപ്പിക്ക് കൂളംസ് ലോ ആണ്. ഇലക്ട്രിക് ചാർജസിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ലോ ആണ് കൂളംസ് ലോ. അപ്പോൾ ഇതിൽ രണ്ട് ചാർജസിൻ്റെ ഇടയിൽ ഉള്ള ഫോഴ്സ് അതിനെക്കുറിച്ച് പറയുന്ന ലോ ആണ് കൂളംസ് ലോ. നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ടോപ്പിക്കിൽ അറിയുന്ന ഒരു കാര്യം, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഈ അട്രാക്ഷനും റിപ്പൾഷനും എന്താണ്? ഫോഴ്സാണ്. അപ്പോൾ ഈ ഫോഴ്സ് എത്രയായിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കി തരുന്ന ലോ ആണ് കൂളംസ് ലോ. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ചാർജസിനെ സങ്കല്പിക്കുക. ഒരു ചാർജ് Q1 ഇവിടെ, രണ്ടാമത്തെ ചാർജ് Q2. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടു ചാർജസ് Q1 ആൻഡ് Q2 ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. ഇതാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ ടു ചാർജസ് Q1 ആൻഡ് Q2 are separated by a distance R. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് R വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ചാർജസിന്. അപ്പോൾ അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവാം, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആവാം. എപ്പോഴാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവുക? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവുക Q1ഉം Q2ഉം ഓപ്പോസിറ്റ് ചാർജ് ആവുമ്പോൾ. ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എപ്പോഴാണ് ആവുക? Q1ഉം Q2ഉം സെയിം ചാർജ് ആവും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ between these two charges Q1 and Q2. ഓക്കെ, Q1 and Q2 ഈ ഫോഴ്സിനെ കുറിച്ചാണ് കൂളംസ് ലോ പറയുന്നത്. ദിസ് ഫോഴ്സ് ഈസ് directly proportional to the product of their charges and inversely proportional to the square of the distance between them. ഓക്കെ, അപ്പോൾ രണ്ട് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഓഫ് ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ് ഫോഴ്സ് വരിക. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R square, or force equal to one constant into Q1 Q2 by R square. ഓക്കെ, അപ്പോൾ ഇതാണ് കൂളംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ചോദിച്ചാൽ ഇത്രയും ഭാഗം തൊട്ടാണ് കൂളംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ എക്സ്പ്രഷനാണ് കൂളംസ് ലോ. ഓക്കെ, കൂളംസ് ലോ എന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗ്രാവിറ്റേഷനിലെ ന്യൂട്ടൺസ് ലോ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ന്യൂട്ടൺസ് ലോ ഓർമ്മ ഉണ്ടെങ്കിൽ F ഈക്വൽ ടു അവിടുത്തെ ഫോഴ്സ് അട്രാക്ഷൻ മാത്രമാണ്. രണ്ട് മാസസ് തമ്മിൽ അട്രാക്ഷനേ ഉള്ളൂ, റിപ്പൾഷൻ ഇല്ല. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു G(m1 m2 by R square). അങ്ങനെയായിരുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതിന് കൗണ്ടർ പാർട്ടായിട്ട് ചാർജിലുള്ള ലോ ആണ് കൂളംസ് ലോ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R square ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആണ്. അപ്പോൾ ആ ഒരു അനലോഗി മനസ്സിലാക്കി വെക്കുക. ഇതാണ് കൂളംസ് ലോ. ഇനി കൂളംസ് ലോൻ്റെ ഈ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഈ കോൺസ്റ്റൻറ്റ് K, ദിസ് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു 1/4πε. ദിസ് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു 1/4πε, where epsilon is permittivity
of the medium in which the charges are placed. നോക്കുക, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ദ ചാർജസ് ആർ പ്ലേസ്ഡ്. എപ്സിലോൺ മീൻസ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ചാർജസ് ആർ പ്ലേസ്ഡ്. അതായത് രണ്ട് ചാർജസ് പ്ലേസ് ചെയ്തത് ഒരു മീഡിയത്തിലാവാം. ഇറ്റ് ക്യാൻ ബി വാക്വം, എയർ, വാട്ടർ, അങ്ങനെ ഏത് മീഡിയത്തിലാവാം. ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ. ആ 1/4π എപ്സിലോൺ ആണ് കെ. പക്ഷെ നമുക്ക് എന്താണ് പെർമിറ്റിവിറ്റി എന്ന് അറിയില്ല. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നോക്കുക, അടുത്തത് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ എപ്സിലോൺ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത് എന്തിനാണ് ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടത്തിവിടാൻ ഒരു മീഡിയത്തിന് എത്രത്തോളം പറ്റും അതിൻ്റെ അളവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ശരിക്ക് നല്ലോണം ഇലക്ട്രിക് ഫീൽഡ് ഒരു മീഡിയത്തിലൂടെ നല്ലോണം ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പോലെ ഉള്ളൊരു കൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് മനസ്സിലാക്കിയിട്ട് ആലോചിക്കുക. ഒരു മീഡിയത്തിലൂടെ നന്നായിട്ട് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്, നന്നായിട്ട് ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കുറവായിരിക്കും. അത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടത്തിവിടാൻ പറ്റുന്നില്ലെങ്കിൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇറ്റ് ഡിനോട്ട്സ് ദ റെസിപ്രോക്കൽ ഓഫ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ത്രൂ എ മീഡിയം. ഇതാണ് ശരിക്കും പെർമിറ്റിവിറ്റീൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ പെർമിറ്റിവിറ്റി എന്നുള്ള ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ശരിക്കും നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയാണ് സ്റ്റാൻഡേർഡായിട്ട് പറയാറ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതായത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം ആയിട്ടുള്ള മീഡിയം ഒന്നും അല്ലാത്ത ആളുടെ പെർമിറ്റിവിറ്റീനെ നമ്മൾ എപ്സിലോൺ നോട്ട് അല്ലെങ്കിൽ എപ്സിലോൺ 0 എന്നാണ് കാണിക്കുക. എപ്സിലോൺ 0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ആ ഇക്വേഷനിലേക്ക് പോവാം. ഇതിൻ്റെ യൂണിറ്റ് പറയാൻ വേണ്ടി ഫോഴ്സ് ഈക്വൽ ടു 1/4π എപ്സിലോൺ Q1 Q2 by R². നിങ്ങൾക്ക് കൂളംസ് ലോൻ്റെ K Q1 Q2 by R² എന്നായിരുന്നു ഇക്വേഷൻ. അതിൽ കെക്ക് പകരം വന്ന ടേമാണ് ഈ 1/4π എപ്സിലോൺ. അപ്പോൾ ഈ 1/4π എപ്സിലോൺ എന്നുള്ള കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്, ഈ 1/4π എപ്സിലോൺ എന്നുള്ള കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, ഈ രണ്ട് ചാർജ് ഉള്ളതുകൊണ്ട് പെർ കൂളം സ്ക്വയർ എന്നാണ്. പക്ഷേ നമുക്കിവിടെ എപ്സിലോണിൻ്റെ യൂണിറ്റാണ് വേണ്ടത്. സോ യൂണിറ്റ് ഓഫ് എപ്സിലോൺ ഇത് യൂണിറ്റ് ഓഫ് 1/4π എപ്സിലോൺ ആണ്. 1/4π എപ്സിലോൺ അതിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. നോക്കുക, ഇതിനെവിടെ നിർത്തുക, ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. യൂണിറ്റ് ഓഫ് എപ്സിലോൺ അപ്പം എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഇൻവേഴ്സ്, കാരണം 4πക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇതിന് നേരെ ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. നമുക്ക് 8.85 × 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ അല്ലേ വരിക? ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ എപ്സിലോൺ 0 എന്നുള്ള അതിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്. വാല്യൂവിൻ്റെ കൂടെ യൂണിറ്റും പറഞ്ഞെപ്പോഴും ശീലിക്കുക. 8.85 × 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ പെർമിറ്റിവിറ്റി എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ് ഒരു മീഡിയത്തിന്. ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മീഡിയം ഫ്രീ സ്പേസ് ആണെങ്കിൽ ആ ഫ്രീ സ്പേസിലുള്ള എപ്സിലോണിൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 എന്നാണ്. അപ്പോൾ ഇതിനെ എപ്സിലോൺ എന്നാണ് വിളിക്കുക. നിങ്ങൾക്ക് അറിയാത്ത ക്വാണ്ടിറ്റിയാണ് ഗ്രീക്ക് ലെറ്റർ എപ്സിലോൺ എന്നാണ്. ഇത് എപ്സിലോൺ 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഈ 1/4π എപ്സിലോൺ എന്നുള്ള വാല്യൂ ഈ ഫ്രീ സ്പേസ് ആകുമ്പോൾ, അപ്പോൾ ഇൻ ഫ്രീ സ്പേസ് നമ്മൾ മിക്കവാറും കേസിലും മീഡിയം സ്പെസിഫൈ ചെയ്യൂല. അപ്പോൾ ആ സമയത്ത് മീഡിയത്തിന് ഫ്രീ സ്പേസ് ആയിട്ട് തന്നെ എടുക്കണം. നമ്മൾ കൂളംസ് ലോയിലേക്ക് പോയി നോക്കുക. K Q1 Q2 by R². ഇപ്പോൾ എന്താ പറഞ്ഞതൊന്ന് സമ്മറൈസ് ചെയ്യുക. K എന്നുള്ളത്
1/4πε ആണെന്ന് മനസ്സിലായി. ആ എപ്സിലോൺ എന്നുള്ളത് പെർമിറ്റിവിറ്റി ആണെന്ന് മനസ്സിലായി. ആ പെർമിറ്റിവിറ്റി ഓരോ മീഡിയത്തിന് സ്പെസിഫിക് ആണെന്ന് മനസ്സിലായി. ആ മീഡിയം ഫ്രീ സ്പേസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായി. അതിന് യൂണിറ്റ് അറിയാം, ഡയമെൻഷൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇൻ ഫ്രീ സ്പേസ് നോക്കുക, ഇൻ ഫ്രീ സ്പേസ് ഫോഴ്സിൻ്റെ വാല്യൂ 1/4πε0 Q1 Q2/r² എന്നാണ് വരിക. ആ എപ്സിലോണിന് പകരം എന്ത് വരും? ε0 എന്ന് വരും. ഇതല്ലേ ഫോഴ്സ് യൂഷ്വൽ മീഡിയത്തിൽ, അതിൽ 1/4πε എന്നുള്ളതിന് പകരം 1/4πε0 എന്ന് വരും. ഇനി 1/4πε0ൻ്റെ വാല്യൂ എന്താണ്? വാല്യൂ ഓഫ് 1/4πε0 എന്താണ്? 1/4πε0ൻ്റെ വാല്യൂ വരിക 1/4 × 3.14 × 8.85 × 10⁻². ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ 9 × 10⁻9 എന്നാണ് കിട്ടുക. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അപ്പോൾ 1/4πε0ൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ രണ്ട് വാല്യൂസായി ഈ ഭാഗത്ത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനുള്ളത്. ഒന്ന് ε0ൻ്റെ വാല്യൂ 8.85 × 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. രണ്ടാമത്തത് 1/4πε0ൻ്റെ വാല്യൂ 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അപ്പോൾ ഈ വാല്യൂസ് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീ സ്പേസിലെ ഫോഴ്സ് 9 × 10⁻9 × Q1 Q2/r² എന്നാണ് വരിക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ ഈ കോൺസ്റ്റൻറ്റ് എപ്സിലോൺ എന്നുള്ള കോൺസ്റ്റൻറ്റ് ε0 എന്നുള്ള ഫ്രീ സ്പേസുമായിട്ട് റിലേറ്റീവായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റീനെ ε0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇതിനെ തന്നെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നും പറയും. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ്. ഓക്കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ε0 അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ്. ഡെഫിനിഷനാണ് ε0 ഈസ് ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആ വേർഡ്സിൽ തന്നെ എഴുതുക. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, മീഡിയത്തിന് നമ്മൾ എപ്സിലോൺ എന്നാണ് കൊടുക്കുക, അറിയാത്ത മീഡിയം ആയതുകൊണ്ട്, ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയതുകൊണ്ട് പെർമിറ്റിവിറ്റീനെ നമ്മൾ ε0 എന്നായിട്ടാണ് കാണിക്കുക. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, സോ ε0 ε/ε0. അതിൽ ε0 എന്നുള്ളത് ഫ്രീ സ്പേസിൻ്റെത്, മറ്റത് മീഡിയത്തിൻ്റെതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ε0 × ε0. അതായത് നമുക്ക് ഒരു മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അറിഞ്ഞാൽ മതി. നമുക്ക് ഓൾറെഡി അറിയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ε0 വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ മീഡിയത്തിൻ്റെ ആക്ച്വൽ പെർമിറ്റിവിറ്റി കിട്ടും. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോട്ട് ചെയ്യേണ്ടത്, രണ്ട് ഒരേ യൂണിറ്റുള്ള ആൾക്കാരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ε0 ഈസ് യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ്. ഓക്കെ, ഇനി എന്താണ് എപ്സിലോണിൻ്റെ ഡയമെൻഷൻ? നമുക്ക് ഓൾറെഡി യൂണിറ്റ് അറിയാം, കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് അറിയുന്ന ആളുടെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെയാണ് നമ്മൾ നോക്കുക? സോ ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ, അതും കൂടെ നമുക്ക് നോക്കി നോക്കാം. ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ മീൻസ് ഡയമെൻഷൻ ഓഫ് ഈ കൂളം എന്നുള്ളതിനെ ഞാൻ കൂളം തന്നെ എഴുതാണ്, സ്ക്വയർ ബൈ ഡയമെൻഷൻ ഓഫ് ന്യൂട്ടൺ ഡയമെൻഷൻ ഓഫ് മീറ്റർ സ്ക്വയർ. നോക്കുക, യൂണിറ്റ് എന്നാണ് ഞാൻ ഡയമെൻഷൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൂളം എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ചാർജിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി ടോപ്പിക്കിലെ ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് കറൻറ്റ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. സോ കറൻറ്റ് ഇൻറ്റു ടൈം ആണ് ചാർജ്. സോ IT ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് mLT⁻². മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ L². ഓക്കെ, സോ ഇവിടെ m ഒരു സ്ഥലത്തേ വരുന്നുള്ളൂ, അത് മേലേക്ക് വരും. സോ m⁻⁻1. L² LQ/L⁻3. ഓക്കെ,
ഇനി t⁻², ഇവിടെ ഉണ്ട്, t² ഇവിടെ ഉണ്ട്, രണ്ടും കൂടെ മേലേക്ക് പോകുമ്പോൾ t⁴. ഇനി കറണ്ടിൻ്റെ സ്ക്വയർ ലാസ്റ്റ് I² അല്ലെങ്കിൽ A² എന്നും പറയാം. സോ ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ ഇസ് m⁻⁻1 L⁻⁻3 t⁴ I². ഓക്കെ അല്ലേ? അപ്പോൾ എപ്സിലോണിൻ്റെ എന്തൊക്കെയാണ് പെർമിറ്റിവിറ്റിയിൽ ആവശ്യമുള്ളത് അതാണ് ഇപ്പോൾ കവർ ചെയ്തത്. ഓക്കെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ എപ്സിലോൺ ആറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നമുക്ക് കിട്ടിയ ഒരു ഫോർമുല എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഓക്കെ, എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്നുള്ളതാണ്. ഇനി രണ്ട് ചാർജസ്, ഓക്കെ, Q1 Q2, ആദ്യം ഇവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് ഫ്രീ സ്പേസിലാണ്. ഓക്കെ, ഇവർ രണ്ടാളും ഫ്രീ സ്പേസിലാണ് വെച്ചത്. ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സിനെ ഞാൻ ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ എയർ എന്ന് കാണിക്കുകയാണ്. കാരണം എയർ ആണെങ്കിലും ഫ്രീ സ്പേസ് ആണെങ്കിലും ഡിഫറൻസ് ഇല്ല, എപ്സിലോൺ ആറിൻ്റെ വാല്യൂ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. സോ എഫ് എയർ ഈക്വൽ ടു, ഓക്കെ, എഫ് എയർ ഈക്വൽ ടു 1/4π ഫ്രീ സ്പേസ് ആയതുകൊണ്ട് എപ്സിലോൺ 0. അപ്പോൾ എപ്സിലോൺ 0 എന്നുള്ളത് നമ്മൾ എയർ ആണെങ്കിലും ഫ്രീ സ്പേസ് ആണെങ്കിലും വാക്വം ആണെങ്കിലും യൂസ് ചെയ്യും. ഓക്കെ, എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഓക്കെ, ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ Q1 Q2 ബൈ r² എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി ഇതേ രണ്ട് ചാർജസ് Q1 Q2 തന്നെ ഇതേ ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്, r എന്നുള്ള ഡിസ്റ്റൻസിൽ തന്നെ. പക്ഷേ ഡിസ്റ്റൻസ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള മീഡിയം, ഓക്കെ, ഇവർ വെച്ചിട്ടുള്ള മീഡിയം എയർ അല്ല, ഒരു മീഡിയമാണ്. സോ അവർ തമ്മിലുള്ള ഫോഴ്സിനെ ഞാൻ എഫ് മീഡിയം എന്ന് കാണിക്കുകയാണ്. സോ എഫ് മീഡിയം ഈക്വൽ ടു 1/4π എപ്സിലൺ 0 എന്നല്ല, എപ്സിലൺ എന്നാണ് വരിക, Q1 Q2 ബൈ r². ഓക്കെ, ഞാൻ എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് മീഡിയം ചെയ്ത് നോക്കണം. ഓക്കെ, സോ എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് മീഡിയം ചെയ്ത് നോക്കാം. എന്താ കിട്ടുക? എഫ് എയർ എന്ന് പറഞ്ഞാൽ 1/4π എപ്സിലോൺ 0 ചെയ്ത് നോക്കുക. 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ r² എന്നാണ്. എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ 1/4π എപ്സിലൺ Q1 Q2 ബൈ r² എന്നാണ് അല്ലേ? ബാക്കി എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ എപ്സിലോൺ മേലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്നല്ലേ വരിക? നമുക്ക് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 തന്നെയല്ലേ എപ്സിലോൺ ആർ അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ ഇറ്റ് ഈസ് സെയിം ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വേറൊരു ഇക്വേഷനാണ് എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് മീഡിയം എന്നുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയെടുക്കണം. എഫ് മീഡിയം ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. എഫ് മീഡിയം ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുക? എപ്സിലോൺ ആർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മീഡിയത്തിലെ ഫോഴ്സ് കുറയും. സോ ആസ് എപ്സിലോൺ ആർ ഇൻക്രീസസ്, ഫോഴ്സ് മീഡിയത്തിൻ്റെ ഉള്ള ഫോഴ്സ് ഡിക്രീസസ്. ഓക്കെ അല്ലേ? ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. എപ്സിലോൺ ആർ കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നുള്ളത്. വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. വാട്ടറിൻ്റെ എപ്സിലോൺ ആർ ഓഫ് വാട്ടറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ ഓഫ് വാട്ടർ 81 ആണ്. ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. ഓക്കെ, വലിയ നമ്പറാണ്. എപ്സിലോൺ ആർ ഓഫ് വാട്ടർ വലിയ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു Na+Cl- ഒരു NaCl മോളിക്യൂളാണ്. അതിൽ Na+ഉം Cl- ഈ എയറിൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എയർ ആണുള്ളത്. Na+ഉം Cl- ഇതേ ഡിസ്റ്റൻസിൽ തന്നെ വാട്ടറിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ നേരത്തെ Q1 Q2 എന്നുള്ളതിന് പകരം ഇപ്പോൾ ഇവിടെ ഒരു മോളിക്യൂളിനെ എക്സാമ്പിളായിട്ട് എടുത്തു, Na+Cl-. അപ്പോൾ ഇതിൻ്റെ കേസിൽ വാട്ടറിൻ്റെ എപ്സിലോൺ ആർ വളരെ ഹൈ ആയതുകൊണ്ട്
വാട്ടറിൻ്റെ എപ്സിലോൺ ആർ വളരെ ഹൈ ആയതുകൊണ്ട് മീഡിയം എഫ് മീഡിയം ചെറുതായിരിക്കും. സോ എപ്സിലോൺ ആർ ഈസ് വെരി ഹൈ ഇംപ്ലൈസ് എഫ് വാട്ടർ ഈസ് വെരി ലോ. എഫ് വാട്ടർ വളരെ ലോ ആവുമ്പോൾ ദീസ് അയോൺസ് ഗെറ്റ് സെപ്പറേറ്റഡ്. അയോൺസ് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഡിസൊല്യൂഷൻ നന്നായിട്ട് നടക്കും. സോ ഡിസൊല്യൂഷൻ happens effectively. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എപ്സിലോൺ ആറിൻ്റെ കൺസെപ്റ്റ്. എപ്സിലോൺ ആറിൻ്റെ കൺസെപ്റ്റിൽ അപ്പോൾ ഓർത്ത് വെക്കേണ്ട മൂന്ന് ഫോർമുലാസ്: എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ, എപ്സിലോൺ ആർ ഈക്വൽ ടു എഫ് എയർ ബൈ എഫ് മീഡിയം. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കൺസെപ്റ്റ് എഫ് മീഡിയം എഫ് എയർ ബൈ എപ്സിലോൺ ആർ ആണ്. എപ്സിലോൺ ആർ കൂടുന്നതനുസരിച്ച് എഫ് മീഡിയം കുറയും. അതിൻ്റെ ഒരു എക്സാമ്പിൾ വാട്ടർ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണെന്നുള്ളതിൻ്റെ കേസ്. ഓക്കെ, നോക്കുക. അടുത്തത് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കൂളംസ് ലോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതല്ലേ? ഈ ഇക്വേഷനെ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണത്? വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്താൽ ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കുറച്ചും കൂടെ മനസ്സിലാവും. അതുപോലെ അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്നനുസരിച്ച് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സസിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ചാർജിൻ്റെ സൈൻ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ Q1 ഉം Q2 ഉം അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് R ആണ്. നേരത്തെ അതേ സെറ്റിംഗ് ആണുള്ളത്. ഇനി നമുക്ക് രണ്ട് വെക്റ്റേഴ്സിനെ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് Q1ൽ നിന്ന് Q2ലേക്കുള്ള വെക്റ്ററിനെ ഞാൻ R12 എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. Q1ൽ നിന്ന് Q2ലേക്കുള്ള വെക്റ്ററിനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണ് Q1ൽ നിന്ന് Q2ലേക്കുള്ള വെക്റ്റർ. സിമിലർലി Q2ൽ നിന്ന് Q1ലേക്കുള്ള വെക്റ്ററിനെ R21 എന്ന് കാണിക്കും. അപ്പോൾ എന്താണ് R12? Q1ൽ നിന്ന് Q2ലേക്കുള്ള വെക്റ്റർ. എന്താണ് R21? Q2ൽ നിന്ന് Q1ലേക്കുള്ള വെക്റ്റർ. ഈ രണ്ട് വെക്റ്ററിനും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, രണ്ട് വെക്റ്റർ ആണെങ്കിലും R12 ആണെങ്കിലും R21 ആണെങ്കിലും ഇവരുടെ രണ്ട് പേരുടെയും മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? R തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സിമിലർലി ഇനി നമ്മൾ ഫോഴ്സ് നോക്കാം. ഫോഴ്സ് Q2ൻ്റെ മേലെ Q1 ഫോഴ്സ് അപ്ലൈ ഉണ്ട്, Q1ൻ്റെ മേലെ Q2 ഫോഴ്സ് അപ്ലൈ ഉണ്ട്. ഞാൻ ആദ്യം അസ്യൂം ചെയ്യണത് കേസ് 1 അസ്യൂം ചെയ്യണത് Q1 Q2 ഈസ് ഗ്രേറ്റർ ദാൻ 0. എന്താണ് Q1 Q2 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ അർത്ഥം? ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്. അതായത് ലൈക്ക് ചാർജസ് ആണ്. അപ്പോൾ റിപ്പൾഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒറ്റ കേസ് ഇതിൽ ഉണ്ടാവുള്ളൂ. Q1 Q2 ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എയ്തർ ഒന്നുകിൽ Q1 Q2 both positive or Q1 Q2 both negative. ഇതാണ് നമ്മുടെ കേസ്. അപ്പോൾ ഈ കേസിൽ Q1 Q2 ഗ്രേറ്റർ ദാൻ 0ൻ്റെ കേസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരിക? Q1 Q2 ഇടയിലുള്ള ഡിസ്റ്റൻസ് R, അതിൽ R12 എന്ന വെക്റ്റർ, R21 എന്ന വെക്റ്റർ. ഇനി നോക്കുക, Q1 Q2 ഇത് രണ്ടും പോസിറ്റീവായിട്ട് ഇപ്പോൾ അസ്യൂം ചെയ്യാം. അപ്പോൾ Q1 കാരണം Q2ന് കിട്ടുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? Q1 കാരണം Q2ന് കിട്ടുന്ന ഫോഴ്സ് റിപ്പൾഷൻ അല്ലേ? ഓക്കെ, റിപ്പൾഷൻ ആകുമ്പം എയ്തർ അത് ഇങ്ങോട്ടാണോ, Q2 Q1ൻ്റെ ഒക്കെ അടുത്തേക്കാണോ പോവുക, എവേ ഫ്രം ആണോ പോവുക? എവേ അല്ലേ? സോ Q2ന് കിട്ടുന്ന ഫോഴ്സ് എവേ ഫ്രം Q1 ആയിരിക്കും. ആ ഫോഴ്സിനെ ഞാൻ F21 എന്ന് കാണിച്ചു. F21 മീൻസ് ഫോഴ്സ് ഓൺ ടു ഡ്യൂ ടു 1. വാട്ട് ഈസ് F21? ഫോഴ്സ് ഓൺ ടു ഡ്യൂ ടു 1. ഓക്കെ, ഇനി സിമിലർലി Q1ൻ്റെ മേലെ Q2 കാരണമുള്ള ഫോഴ്സ് നോക്കാം. Q1ൻ്റെ മേലെ Q2 കാരണമുള്ള ഫോഴ്സ് അതും റിപ്പൾഷനാണ്. അപ്പോൾ Q2ൻ്റെ അടുത്തേക്കല്ല പോവുക, ഇങ്ങനെ എവേ ഫ്രം. സോ ഇതിനെ F12 എന്ന് കാണിക്കും. ദിസ് ഫോഴ്സ് ഈസ് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2.
ക്ലിയർലി ഈ രണ്ട് ഫോഴ്സസും റിപ്പൾഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ മാത്രം തന്നു എന്ന് വിചാരിക്കാം, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടും ലൈക്ക് ചാർജസ് ആണ്, അതുകൊണ്ടാണ് റിപ്പൽ ചെയ്യണത് എന്നുള്ളത്. ഇനി കേസ് 2 നോക്കി നോക്കാം നമുക്ക്. കേസ് 2 എന്താണ്? കേസ് 2 Q1 Q2 ഈസ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ? Q1 ഇൻറ്റു Q2 നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നുകിൽ ഒരാൾ പോസിറ്റീവ് ആകുമ്പോൾ മറ്റാൾ നെഗറ്റീവ്. സോ Q1 പോസിറ്റീവ് Q2 നെഗറ്റീവ്, ഓർ Q1 നെഗറ്റീവ് Q2 പോസിറ്റീവ്. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ്. Q1 പോസിറ്റീവ് Q2 നെഗറ്റീവ്, ഓർ Q1 നെഗറ്റീവ് Q2 പോസിറ്റീവ്. ഈ രീതിയിലാണെങ്കിൽ നമുക്ക് കേസ് 2 കൺസിഡർ ചെയ്യാം. അപ്പോൾ കേസ് 2ൽ Q1 ഉണ്ട്, Q2 ഉണ്ട്, ഇടയിൽ ഡിസ്റ്റൻസ് R ഉണ്ട്. നമ്മുടെ വെക്റ്റേഴ്സ് R12 R21 ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല, ഇതുവരെയുള്ള ഫിഗേഴ്സിൽ നമ്മൾ ഓൾറെഡി അറിയാം. ഇനി Q2ൻ്റെ മേലെ Q1 കാരണമുള്ള ഫോഴ്സ് അത് ഏത് ഡയറക്ഷനിലായിരിക്കും? Q1ൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ? Q1ൻ്റെ അടുത്തേക്കായിരിക്കും. കാരണം അട്രാക്ഷനാണ്. കാരണം ഇവിടെ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവാണ്, എപ്പോഴും അട്രാക്ഷനാണ്. സോ ഈ ഫോഴ്സ് F21 ആയിരിക്കും. ഇനി Q2ൻ്റെ മേലെ Q1 കാരണമുള്ള ഫോഴ്സ്, Q1ൻ്റെ മേലെ Q2 കാരണമുള്ള ഫോഴ്സ്, അതും അട്രാക്ഷനാണ്. ദാറ്റ് ഈസ് F12. ഓക്കെ, ഇനി കേസ് 1ൻ്റെ കേസിൽ ഈ F21ഉം F12ൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. കേസ് 2ൻ്റെ F12ൻ്റെ F21ൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോട്ടിൽ ഹോംവർക്കായിട്ട് എഴുതുക. ഓക്കെ, F12ൻ്റെ F21ൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോട്ടിൽ ഹോംവർക്കായിട്ട് എഴുതുക. കേസ് 1ൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. കേസ് 1 ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ കേസ് 1ന് എങ്ങനെയാണ് എഴുതണമെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നോട്ടിൽ കേസ് 2ൻ്റെത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. എന്താണ് F21 എന്നാണ് ഞാനിപ്പോൾ എഴുതാൻ നോക്കുന്നത്. ഓക്കെ, F21 ഈക്വൽ ടു, നമുക്ക് ഒരു വെക്റ്റർ എഴുതുമ്പോൾ ആ വെക്റ്ററിന് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. സോ ആദ്യം ഞാൻ മാഗ്നിറ്റ്യൂഡാണ് എഴുതുന്നത്. മാഗ്നിറ്റ്യൂഡിൻ്റെ കേസിൽ നമുക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ല, ഓൾറെഡി കൂളംസിലും അറിയാം. 1/4πε Q1 Q2 R². നോക്കുക, കേസ് 1ൻ്റെ ഇക്വേഷൻ F21 ഈക്വൽ ടു 1/4πε0 Q1 Q2 R² എന്നാണല്ലോ. അപ്പോൾ അതിൽ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി നമുക്കറിയാം. ഇനി ഡയറക്ഷൻ, F21ൻ്റെ ഡയറക്ഷൻ R12ൻ്റെ ഡയറക്ഷനിലാണോ R21ൻ്റെ ഡയറക്ഷനിലാണോ? F21ൻ്റെ അതേ ഡയറക്ഷനിലുള്ള വെക്റ്റർ R12 ആണോ R21 ആണോ? R12 അല്ലേ? സോ R12 എന്നെഴുതാം. പക്ഷേ R12 എന്നുള്ള വെക്റ്ററിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. സോ R12ൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്നെഴുതുകയാണ് നല്ലത്. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്? R12ൻ്റെ ഡയറക്ഷനിലാണ് F21 എന്ന് കാണിച്ചാൽ മതി, മാഗ്നിറ്റ്യൂഡ് ഡിസ്റ്റർബ് ചെയ്യരുത്. ഇവിടെ ഞാൻ R12 എന്നുള്ള വെക്റ്റർ എഴുതിയാൽ എന്താ കുഴപ്പം? അയാളുടെ മാഗ്നിറ്റ്യൂഡും കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ആണ് പോലെയാവും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിന് യൂണിറ്റ് വെക്റ്ററായിട്ട് എഴുതിയത്. സോ അതിനൊന്ന് മാറ്റം വരുത്താണ്. 1/4πε Q1 Q2 R² ഇൻറ്റു, നമുക്ക് R12 ക്യാപ്പിനെ ഒരു യൂണിറ്റ് വെക്റ്ററിനെ ആ ഡയറക്ഷനിലുള്ള വെക്റ്റർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി വെക്റ്റേഴ്സ് മോഷനിലെ പ്ലെയിനിലെ വെക്റ്റേഴ്സിൽ പഠിച്ചതാണ്. R12 ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങനെ എഴുതാം. ഒരു യൂണിറ്റ് വെക്റ്ററിന് ആ വെക്റ്റർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതാം. സോ 1/4πε Q1 Q2 R² ഇൻറ്റു R12 ഡിവൈഡഡ് ബൈ R. അതെങ്ങനെ ആറായി? R12ൻ്റെയും R21ൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? R ആണ്. കാരണം അതിൻ്റെ രണ്ടിൻ്റെ നീളം ഈ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ എനിക്ക് എങ്ങനെ എഴുതാം? 1/4πε Q1 Q2 R³ R12. ഇതാണ് F21. ഇനി പറഞ്ഞുതരാം F12 എന്തായിരിക്കും? F12 എന്നുള്ളത് R21ൻ്റെ ഡയറക്ഷനിലാണ് അല്ലേ? R21ൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ F12 ഈക്വൽ ടു, നേരിട്ട് പറയാം, F12 ഈക്വൽ ടു 1/4πε Q1 Q2 R³ R21. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി കേസ് 2ൻ്റെ കേസിൽ ഇക്വേഷൻ ചെറുതായിട്ട് മാറും. അപ്പോൾ കേസ് 2ൻ്റെ ഇക്വേഷൻ നിങ്ങൾ ആ ഡയറക്ഷൻ വെച്ചിട്ട് ഇതേ ലോജിക് യൂസ് ചെയ്തിട്ട് ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് നോട്ടിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തത് മൾട്ടിപ്പിൾ ചാർജസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ്.
സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, കുറേ ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. Q1, Q2, Q3, Q4 എക്സെട്ര Qn. ഇതിന് പുറമെ ഒരു Q എന്ന് പറഞ്ഞാൽ വേറെ ചാർജ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ n+1 ചാർജസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയേണ്ടത് ഈ Q എന്നുള്ള ചാർജിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും. നോക്കുക, നമ്മളെല്ലാം കൂടെ ഒരൊറ്റ പിക്ചറായിട്ട് എടുക്കുമ്പോൾ ആ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ഓരോ സിംഗിൾ പെയർ ഓഫ് ചാർജസ് ആയിട്ട് എടുക്കാം. നമുക്ക് പെയർസ് ഓഫ് ചാർജസിനാണ് കൂളംസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ Qയും Q1 തമ്മിലുള്ള ഫോഴ്സിനെ F_Q1 എന്ന് മാർക്ക് ചെയ്തു. Qയും Q2 തമ്മിലുള്ള ഫോഴ്സിനെ F_Q2 എന്ന് മാർക്ക് ചെയ്തു. Qയും Q3 തമ്മിലുള്ള ഫോഴ്സിനെ F_Q3 എന്ന് മാർക്ക് ചെയ്തു. Qയും Q4 തമ്മിലുള്ള ഫോഴ്സിനെ F_Q4 എന്ന് മാർക്ക് ചെയ്തു. ലൈക്ക് ദാറ്റ് എക്സെട്ര. Qയും Qn തമ്മിലുള്ള ഫോഴ്സിനെ F_Qn എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, സോ ഈ ഫോഴ്സസ്, കുറേ ഫോഴ്സസ് ഉണ്ട്, n ഫോഴ്സസ് ഉണ്ട് ഈ Qൻ്റെ മേലെ. അപ്പം നെറ്റ് ഫോഴ്സ് ഓൺ Q, അതിന് ഞാൻ F_Q എന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അത് വെക്റ്റർ സം ഓഫ് F_Q1 പ്ലസ് F_Q2 പ്ലസ് എക്സെട്ര പ്ലസ് F_Qn ആയിരിക്കും. അതായത് ഓരോ കിട്ടുന്ന ഫോഴ്സിൻ്റെയും വെക്റ്റർ സം ആയിരിക്കും ഈ ഫോഴ്സസ് ഒക്കെ. സോ F_Q1 പ്ലസ് F_Q2 പ്ലസ് എക്സെട്ര F_Qn-ൻ്റെ ഈ ടോട്ടൽ ഫോഴ്സ് വിൽ ബി വെക്റ്റർ സം. അപ്പോൾ വെക്റ്റർ സം എന്നുള്ള ടേമാണ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് വിൽ ബി വെക്റ്റർ സം ഓഫ് ഓൾ ദീസ് ഫോഴ്സസ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. എക്സാമ്പിൾ എടുത്താൽ മൂന്ന് ചാർജസ് all identical Q are placed at corners of an equilateral triangle of side R. Okay, നോക്കുക, ഇവിടെ അപ്പോൾ എന്താണ് ഉള്ളത്? 3 charges of charge Q are placed at the corners of an equilateral triangle. അല്ലേ? അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിൽ ഈ 3 ചാർജസിനെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഈ 3 ചാർജസിൻ്റെ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സ്. ഫൈൻഡ് നെറ്റ് ഫോഴ്സ് ഓൺ വൺ ഓഫ് ദ ചാർജസ്. ഒരു ചാർജിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് കൺവീനിയൻ്റ്ലി ഈ ചാർജിൻ്റെ മേലുള്ളതാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് എ, ഇത് ബി, ഇത് സി. ഞാൻ സി എന്ന ചാർജിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സാണ് ഫൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം എ എന്ന ചാർജുമായിട്ട് ബന്ധപ്പെട്ട് ഈ സി എന്ന ചാർജ്, ഇപ്പോൾ ഈ 2 ചാർജ് ഉണ്ടാവില്ല, ഈ എ എന്ന ചാർജ് കാരണം സി എന്ന ചാർജിൽ കിട്ടുന്ന ഫോഴ്സ് എത്രയെന്നാണ് നോക്കണം. അപ്പോൾ എ എന്ന ചാർജിന് കാരണം സി എന്ന ചാർജിന് കിട്ടുന്ന ഫോഴ്സ് റിപ്പൾഷനാണ്. സോ ഇങ്ങനെ വരും. ക്ലിയർ? അതായത് റിപ്പൾഷനാണ്. ആ ഫോഴ്സ് F_A. സിമിലർലി ബി എന്ന ചാർജ് സി എന്ന ചാർജ് കാരണം റിപ്പൾഷനാണ്, കാരണം ഒരേ ചാർജാണ്. അപ്പോൾ ഇത് F_B. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. റീസൺ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ആംഗിളും അപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും, കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ വി ഹാവ്, ഇതിൻ്റെ ആൻസറാണ് എന്ത്? 2 ഫോഴ്സസ് ഉണ്ട്, F_B, F_C അല്ലേ? F_B, F_C ഇൻക്ലൈൻഡ് അറ്റ് ആ F_B, F_Cൻ്റെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ F_Bയും F_Cയും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. ഈ 60 ഡിഗ്രിയിലുള്ള 2 ഫോഴ്സസ്, ഈ F_B, F_C എന്നുള്ള 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ F_B എത്രയാണ്? F_B എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. F_B = F_Bൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഞാൻ ഇവിടെ ഫൈൻഡ് ചെയ്യണത്, അതുകൊണ്ടാണ് ഞാൻ വെക്ടർ സൈൻ ഇടാത്തത്. F_Bൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? F_Bൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q². Q1 Q2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 Q ആണ്, R². സോ 1/4πε0 ഞാൻ ഫ്രീ സ്പേസ് ആയിട്ട് എടുക്കുകയാണ്. Q²/R². സിമിലർലി F_A എന്തായിരിക്കും? 1/4πε0. നോക്കുക, ഇവിടെയും Q²/R².
ആർ സ്ക്വയർ അല്ലേ, ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ രണ്ടാളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡാണുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള റിസൾട്ടൻറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ എന്നുള്ള ആ ഫോർമുല അല്ലേ, അത് തന്നെ അതിൻ്റെ റിഫൈൻഡ് ഫോമാണ്. അപ്പം റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് ഈക്വൽ ടു എന്താണ് വരിക? റൂട്ട് ഓഫ് എഫ് എ സ്ക്വയർ പ്ലസ് എഫ് ബി സ്ക്വയർ പ്ലസ് 2fa FB cos θ. ഇത് രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇത് നമുക്ക് അറിയുന്ന ഫോർമുലയാണ് 2fa cos θ/2 എന്ന് എഴുതാം. നമുക്ക് ഇത് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്റ്റേഴ്സ് ആകുമ്പോൾ അതിനെ 2 times 1 vector into cos θ/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 into what is fa? fa is 1/4 pi epsilon 0 q square by r square, okay, into cos 60/2. Okay, so 2 into 1/4 pi epsilon 0 q square by r square into cos 30. What is cos 30? Root 3/2. So 2 into 1/4 pi epsilon 0 q square by r square root 3/2. 2 cancelled. So root 3 times 1/4 pi epsilon 0 q square by r square. ഇതാണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ എങ്ങനെയാണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണിത്. എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ ചെയ്തതെന്ന് നോക്കാൻ നിങ്ങൾ ആ വെക്റ്റേഴ്സ് ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയിട്ട് ഇത് കിട്ടണോ നോക്കുക. ഇത് അറിയണവർ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് കിട്ടാത്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത് പോസ് ചെയ്തിട്ട് ഒന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനിയുള്ള എക്സാമ്പിൾസ് വേറെ ചാർജ് കോൺഫിഗറേഷൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ NCERT നോക്കിയിട്ടും അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലോ ചോദിക്കുക. ഓക്കെ, ക്ലിയർ.